ADM നവീൻ ബാബുവിനെതിരെ അഴിമതി ആരോപിച്ച് പരാതി നൽകിയിരുന്നുവെന്ന TV പ്രശാന്തിന്റെ വാദം പൊളിയുന്നു. മുഖ്യമന്ത്രിയുടെ പൊതുജന പരാതി പരിഹാര സെല്ലിൽ TV പ്രശാന്തിന്റെ പരാതി ലഭിച്ചിട്ടില്ല. ഇരിക്കൂർ മുസ്ലിം ലീഗ് ജനറൽ സെക്രട്ടറി TNA ഖാദർ നൽകിയ വിവരാവകാശ അപേക്ഷയ്ക്ക് മുഖ്യമന്ത്രിയുടെ ഓഫീസ് മറുപടി നൽകിയത് ഇങ്ങനെയാണ്. കോഴിക്കോട് നിന്നും മിഥുൻ പിള്ള ചേരുന്നു. മിഥുൻ, നേരത്തെ പറഞ്ഞു കേട്ടത് പ്രശാന്ത് നേരത്തെ മുഖ്യമന്ത്രിയുടെ പരാതി പരിഹാര സെല്ലിൽ പരാതി നൽകിയിട്ടുണ്ട്. ADM നവീൻ ബാബുവിനെതിരെ അഴിമതി ആരോപിച്ച് പരാതി നൽകിയിരുന്നു എന്ന് TV പ്രശാന്ത് നേരത്തെ പറഞ്ഞിരുന്നു. പക്ഷേ അങ്ങനെ ഒരു പരാതി ലഭിച്ചിട്ടില്ല എന്ന് വിവരാവകാശ രേഖ പുറത്തു വരുന്നു. കൂടുതൽ വിവരങ്ങൾ മിഥുൻ പിള്ള. വിനോദ്, ADM നവീൻ ബാബുവിന്റെ മരണവുമായി ബന്ധപ്പെട്ടാണ് അഴിമതി ആരോപണങ്ങൾ ഉന്നയിച്ചുകൊണ്ട് TV എന്ന വ്യക്തി രംഗത്ത് വന്നത്. എന്നാൽ അന്ന് പറഞ്ഞിരുന്നത് മുഖ്യമന്ത്രിയുടെ ഓഫീസിന് TV പ്രശാന്തൻ പരാതി നൽകിയിരുന്നു എന്നൊരു വിവരമാണ്. എന്നാൽ ഇപ്പോൾ പുറത്തു വന്ന വിവരം പ്രകാരം അത്തരമൊരു പരാതി ADM നവീൻ ബാബുവിനെതിരെ TV പ്രശാന്തൻ നൽകിയിട്ടില്ല എന്നാണ്. മുഖ്യമന്ത്രിയുടെ പൊതുജന പരാതി പരിഹാര സെല്ലിൽ TV പ്രശാന്തിന്റെ പരാതി കിട്ടിയിട്ടില്ല എന്ന മറുപടിയാണ് വിവരാവകാശ അപേക്ഷയ്ക്ക് മുഖ്യമന്ത്രിയുടെ ഓഫീസ് നൽകിയിരിക്കുന്ന മറുപടി. ഇരിക്കൂർ മുസ്ലിം ലീഗ് ജനറൽ സെക്രട്ടറിയായ TNA ഖാദർ നൽകിയ അപേക്ഷയ്ക്കാണ് ഇത്തരമൊരു മറുപടി മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ നിന്ന് ലഭിച്ചിരിക്കുന്നത്. മാത്രമല്ല, നേരത്തെ ഇത്തരത്തിലൊരു വിവരാവകാശ അപേക്ഷ നൽകിയ സമയത്ത് ഇതിന്റെ കൃത്യമായ കാലയളവ് രേഖപ്പെടുത്തിയിരിക്കുന്ന കാരണം പറഞ്ഞുകൊണ്ട് ഈ വിവരാവകാശ രേഖ മടക്കി അയക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. തുടർന്ന് വീണ്ടും ഈ മുസ്ലിം ലീഗ് നേതാവ് വിവരാവകാശ അപേക്ഷ കൊടുക്കുകയും തുടർന്ന് വന്ന മറുപടിയിലാണ് ഇത്തരമൊരു പരാതി മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ ലഭിച്ചിട്ടില്ല എന്നൊരു മറുപടി ലഭിച്ചിരിക്കുന്നത്. വിനോദ്, തീർച്ചയായും പ്രശാന്താണ് ADM നവീൻ ബാബുവിനെതിരെ പരാതി നൽകിയിട്ടുണ്ട്. മുഖ്യമന്ത്രിയുടെ പരാതി പരിഹാര സെല്ലിലേക്ക് പരാതി നൽകിയിട്ടുണ്ട് എന്നായിരുന്നു TV പ്രശാന്തിൻ്റെ വാദം. എന്നാൽ അങ്ങനെ ഒരു പരാതി ലഭിച്ചിട്ടേ ഇല്ല എന്നുള്ള വിവരാവകാശ രേഖയാണ് ഇപ്പോൾ പുറത്തു വന്നത്. വിവരങ്ങൾ നൽകുകയായിരുന്നു കോഴിക്കോട് നിന്നും മിഥുൻ പിള്ള.